Hi everyone, welcome to Nisha EduHub. So, ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. PYQs ഒക്കെ ധാരാളം ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ്. സോ വരുന്ന ക്ലാസ്സസിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടീച്ചിങ് എന്താണെന്ന് പറഞ്ഞു. ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമ്മൾ UGC നെറ്റ് എക്സാം പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പേപ്പർ 1ൽ 50 ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 50 ചോദ്യങ്ങളാണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വീതം, ടോട്ടൽ മാർക്സ് വരുന്നത് 100 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇൻകറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസിന് നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ MCQs ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള അത് PYQs ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാകും. അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ MCQs ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കൊക്കെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസേഴ്സ്, റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. അതാണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. നോക്കിയേ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ഡിസിപ്ലിൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞല്ലേ, ഒരു ഡിസിപ്ലിൻഡ് സോഷ്യൽ പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇൻ്റർ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്ചുവേർഡ് പേഴ്സൺ ആൻഡ് എ ലെസ് മെച്ചുവേർഡ് പേഴ്സൺ. സ്റ്റുഡൻസും അല്ലെങ്കിൽ ലേണേഴ്സും ടീച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു ഇൻ്റർ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ്. അതിൽ പല ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. മെയിൻ ഒബ്ജക്റ്റീവായിട്ട് ഡെഫിനിഷൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? ആ ഒരു മറ്റൊരു വ്യക്തി, അനദർ പേഴ്സൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് വരിക. ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ്സസ് പോകണം, എങ്കിലേ ഈ ഒരു സെക്ഷൻ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കിക്കേ, അക്വിസിഷൻ ഓഫ് നോളജ്. അതായത് പ്രധാനമായിട്ടും ഒരാൾ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുക, ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുതുതായിട്ട് കുറേ അറിവുകൾ, ഇൻഫോർമേഷൻസ് കിട്ടുക, നോളജ് അക്വയർ ചെയ്യുക, അല്ലേ? നമ്മൾ അറിവ് സമ്പാദിക്കുക, അക്വിസിഷൻ ഓഫ് നോളജ്. ഓക്കെ. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മീൻസ് ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കണം, അല്ലേ? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് മനസ്സിലാകണം നമുക്ക്. അപ്പം അത്തരത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും എന്താണ്? ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ നേച്ചർ. രണ്ടും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്, നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് കോൺസെപ്ച്വൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സബ്ജക്റ്റ് സ്പെസിഫിക് സ്കിൽസ്. നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്, അറിവ് നേടിയെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നേടിയെടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജൊക്കെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതിയോ? പല പല സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് കോൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ ഓരോ കോൺസെപ്റ്റ്, ആശയപരമായിട്ടുള്ള സ്കില്ലുകൾ. ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ്, ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ ഇൻ്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ. സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ്. നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകളെ, വിഷയങ്ങളുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ടീച്ചിങ് വഴി ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. കുട്ടികളിലേക്ക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല, കോൺസെപ്ച്വൽ, ഇൻ്റലക്ച്വൽ, സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ ഉണ്ടാവണം, അല്ലേ? നമ്മൾ ഡെഫിനിഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, സൊസൈറ്റിയുടെ ഒരു നീഡ്സ് ആൻഡ് ഐഡിയാസ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ സൊസൈറ്റി, അല്ലേ, സമൂഹത്തിൽ നല്ലവരായി, നല്ല കുട്ടികളായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മാതൃകയായിട്ട്, നല്ല മാതൃകകളായിട്ട്, നല്ല പേഴ്സണാലിറ്റിയോട് ജീവിക്കണം. അപ്പോൾ അതും ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ടു ചേഞ്ച് ബിഹേവിയർ ആൻഡ് കോണ്ടക്റ്റ് ഓഫ് സ്റ്റുഡൻസ്, അല്ലേ? നമ്മൾ കുട്ടികളെയൊക്കെ ഇപ്പം ബേസിക് ആയിട്ട് അങ്കണവാടികൾ തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെയും നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം
അവരുടെ ഉള്ളിലുള്ള ഇപ്പം ബിഹേവിയർ അല്ലേ, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു ചേഞ്ച് ദ ബിഹേവിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് സ്റ്റുഡൻസ്. ചിലപ്പോൾ ഒരുപാട് വഴക്കാളി കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, പക്ഷേ അവരെ ബേസിക് ആയിട്ടുള്ള എലമെൻ്ററി എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ബിഹേവിയേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല മാതൃകപരമായ കുട്ടികളായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതും ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു ചേഞ്ച് ബിഹേവിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് സ്റ്റുഡൻസ്. അതുപോലെ ടു ഇംപ്രൂവ് ദ ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മെത്തഡോളജിക്കൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, റൈറ്റിംഗ്, ക്രിയേറ്റിവിറ്റി, ഹൈപ്പോത്തിസിസ്, സബ്ജക്റ്റ് നോളജ്. അത് മാത്രമല്ല കുട്ടികളിലെ ലേണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. ലേണിംഗ് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുക. അത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മെത്തഡോളജിക്കൽ സ്കില്ലുകളുണ്ട്. അതായത് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ രീതികൾ, രീതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, വിമർശനാത്മകമായ ചിന്തകൾ. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത് കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷനിലാണ്. നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. മീൻസ് അതിനെ വിമർശനാത്മകമായ രീതിയിലും ചിന്തിക്കാനുള്ള കഴിവുകൾ വേണം. പിന്നെ റൈറ്റിംഗ് സ്കിൽസ്, ക്രിയേറ്റിവിറ്റി അല്ലേ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയേറ്റിവിറ്റി ഈസ് ആൻ ഇൻ്റലിജൻസ് ഹാവിങ് ഫൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പം ക്രിയേറ്റീവ് മൈൻഡ്സ് ഫോസ്റ്റർ ചെയ്തെടുക്കുക എന്ന് പറയുന്നതും എന്താണ്, ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അതുപോലെ ഹൈപ്പോത്തിസിസ്, അനുമാനങ്ങൾ, സബ്ജക്റ്റ് നോളജ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് അല്ലാതെ തന്നെ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നോളജുകളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ടു പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് എഫിഷ്യൻറ്റ് മെമ്പർ ഓഫ് സൊസൈറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസിൻ്റെ കേസിൽ തന്നെ പറഞ്ഞു, സൊസൈറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് എത്തിപ്പെടേണ്ട നല്ല ഒരു എഫിഷ്യൻറ്റ് മെമ്പർ ആക്കി മാറ്റുക. പിന്നെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ്. ആദ്യത്തെയൊക്കെയും ഒബ്ജക്റ്റീവ്സ് ആയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നേച്ചർ പറയുകയാണ്. ടീച്ചിങ് രണ്ടും കൂടെ ഒരു ഹെഡിങ്ങിലാണ് വരുന്നത്. നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതും നമ്മളുടെ സിലബസിലും അങ്ങനെയാണ്. ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെഫിനേഷനകത്ത് പറഞ്ഞു, കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സാണ്. ഇറ്റ്സ് എ പ്രോസസ്. ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ്, നമ്മളുടെ ഉള്ളിലെ പല പല കാര്യങ്ങൾ, ഇപ്പം നമ്മളുടെ ഇൻ്റലക്ച്വൽ സ്കിൽസ് ആണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ് ആണെങ്കിലും കോൺസെപ്ച്വൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, റൈറ്റിംഗ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളുടെ ഉള്ളിലെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളത് പഠിക്കുകയും ചെയ്യുകയാണ് അല്ലേ, ലേണിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഇറ്റ്സ് എ കണ്ടിന്യൂം ഓഫ് ട്രെയിനിങ്, കണ്ടീഷനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഡോക്ട്രിനേഷൻ. ടീച്ചിങ് എന്ന് പറയുന്നതൊക്കെയും എന്താണ്, ഇറ്റ്സ് എ കണ്ടിന്യൂം ആണ്, ഒരു തുടർ ഇതായിട്ട് പോകുന്നൊരു സംഭവമാണ്. അതായത് ട്രെയിനിങ്, പരിശീലനങ്ങൾ. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഓരോ രീതിയിലേക്ക് നമ്മൾ ആ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ പരുവപ്പെടുത്തി എടുക്കുക എന്ന് പറയും, പരിശീലിപ്പിക്കുക, പരുവപ്പെടുത്തുക എന്ന് പറയും. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, ടീച്ചിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പക്ഷേ ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ്, കണ്ടീഷനിങ്, ഇൻസ്ട്രക്ഷൻ, ഇൻഡോക്ട്രിനേഷൻ്റെ ഒക്കെ ഒരു കണ്ടിന്യൂം ആണെങ്കിൽ പോലും ദേ ആർ ഡിഫറെൻറ്റ്. ടീച്ചിങ് ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. ടീച്ചിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടീഷനിങ്. അതവിടെ ഓർത്ത് വയ്ക്കുക. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂം ഓഫ് ട്രെയിനിങ്, കണ്ടീഷനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഡോക്ട്രിനേഷൻ ആണെങ്കിൽ പോലും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടീഷനിങ്, ട്രെയിനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ആ രീതികൾ വ്യത്യാസമാണ്. അതൊരു കണ്ടിന്യൂം ആണ്. ഓക്കെ, അത് കണ്ടിന്യൂം എന്ന് നമുക്ക് പറയാമെങ്കിലും കണ്ടിന്യൂം ആണ്. ബട്ട് ആ ഒരു എൻറ്റയർ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചിങ് ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് അല്ലേ. ട്രെയിനിങ്, പരിശീലനം, നമ്മൾ ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പോലെയാണോ ടീച്ചിങ് വരുന്നത്? അല്ല. അതുപോലെ കണ്ടീഷനിങ്, ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുക. ഇപ്പം നമ്മൾ കണ്ടീഷനിങ്ങിൻ്റെ തിയറി ഒക്കെ ഉണ്ട്. നമ്മളത് ഓർഗനൈസേഷണൽ ബിഹേവിയർ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്കിൽ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പരുവപ്പെടുത്തി എടുക്കുക. അപ്പോൾ അതുപോലെയല്ല ടീച്ചിങ്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ഷൻസ്. ഈ ഒരു രീതികളിൽ നിന്നെല്ലാം വ്യത്യാസമാണ് ടീച്ചിങ്. പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂം എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു തുടർ ഭാഗമാണെന്ന് പറയാം. ബട്ട് ടീച്ചിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടീഷനിങ്, ട്രെയിനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ ടീച്ചിങ് ഈസ് ഒബ്സർവബിൾ, മെഷറബിൾ ആൻഡ് മോഡിഫയബിൾ. ടീച്ചിങ് നമുക്ക് ഒബ്സർവ് ചെയ്യാം അല്ലേ. നമ്മളുടേതായിട്ടുള്ള ഒരു ടീച്ചർ കുട്ടികളെ എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എത്രത്തോളം അത് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതും ടീച്ചറിന്
അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ടീച്ചിങ് ഈസ് ഒബ്സർവബിൾ, മെഷറബിൾ, മോഡിഫയബിൾ ആണ് അല്ലേ. ചിലപ്പോൾ പല IQ ലെവലുള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിലിരിക്കുന്നത്. ചിലർക്ക് ഒരു പ്രാവശ്യം പറയുമ്പോഴേ ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴായിരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ അത് ആ രീതിയിൽ അതനുസരിച്ച് എല്ലാവരെയും കൂടെ പരിഗണിച്ച് ആ ഒരു ടീച്ചിങ് പ്രോസസ്സൊക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക. അക്വിസിഷൻ ഓഫ് നോളജ്, development of understanding, development of conceptual, intellectual and subject specific skills, development of values, to change behavior and conduct of students, to improve the learning skills of students including methodological, critical thinking, writing, creativity, hypothesis, subject knowledge, to provide a social and efficient member of society. Teaching is a complete social process. Teaching is a process of development and learning. It's a continuum of training, conditioning, instruction and indoctrination. Teaching is observable, measurable and modifiable. Teaching is different from conditioning, training and instruction. Continuum എന്ന് പറയുന്നത് കൊണ്ട് ഇതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു തുടർ ഇത് മാത്രമാണ്. പക്ഷേ പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ടീച്ചിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടീഷനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അപ്പം ഇതിൻ്റെ PYQs ഒക്കെ ഉണ്ട്. വരും ക്ലാസ്സസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്രയും നേരം നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഒരു ടീച്ചറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു, ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന ലേണേഴ്സിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. ഒരു ലേണർ അല്ലേ, പഠിക്കുന്ന ഒരാൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അല്ലേ. ഏജ് ഒക്കെ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ഇന്ന പ്രായം വരെ പഠിക്കാൻ പറ്റത്തോളൊന്നൊന്നും ഇല്ല. ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ലേണേഴ്സിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ, സെക്കൻഡ് പേഴ്സണൽ, തേർഡ് അക്കാഡമിക്സ്, കൊഗ്നിറ്റീവ്, സോഷ്യൽ ഓർ ഇമോഷണൽ. സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ്, സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരുന്ന എന്താണ്? ദാറ്റ്സ് റിലേറ്റഡ് ടു ദ മൈൻഡ് അല്ലേ. നമ്മളുടെ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, മൈൻഡ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് റാദർ ദാൻ ഫിസിക്കൽ ആസ്പെക്ട്സ്. ഒരു ഫിസിക്കൽ നേച്ചറിനെക്കാട്ടിൽ ഉപരി, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഹൈറ്റ്, വെയ്റ്റ് അതിനേക്കാളിലും ഒക്കെ ഉപരി എന്താണ് ആ കുട്ടിയുടെ മൈൻഡ്, ആ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ, തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതൊക്കെ എവിടെ വരുന്നതാണ്? സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്. ഈ ഒരു ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് എടുത്ത് ചൂസ് ചെയ്ത് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് മൈൻഡ്, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്. ഓക്കെ, അതുപോലെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡെമോഗ്രാഫിക്സ് ആണ്. അതായത് ഡെമോഗ്രാഫിക്സ് ഇൻഫോർമേഷനാണ്. അവരുടെ പ്രായം, ഏജ്, ജെൻഡർ, അതുപോലെ ലാംഗ്വേജ്, അവരേത് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ളത്, പിന്നെ സ്റ്റാറ്റസ്, സ്കിൽസ്, ഡിസബിലിറ്റി, ഇതൊക്കെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന എന്തൊക്കെയാണ്? ഡെമോഗ്രാഫിക്സ് ഇൻഫോർമേഷൻസ് ആണ്. ലൈക്ക് ഏജ്, ജെൻഡർ, ദെയർ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റാറ്റസ്, ലാംഗ്വേജ്, സ്കിൽസ്, ഡിസബിലിറ്റി, ഇതൊക്കെ ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതും ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ എന്താണ്? അക്കാഡമിക്സ് ആണ്. അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, നമ്മളുടെ എഡ്യൂക്കേഷനാണ്. ഇപ്പം ലേണിംഗ് ഗോൾസ് ഉണ്ടല്ലേ, ഓരോരുത്തർ പഠിക്കുന്നത് അവരവരുടെ ഓരോ ലക്ഷ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ലേണിംഗ് ഗോൾസ്, പ്രയർ നോളജ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം ചില കുട്ടികൾക്ക്, ലേണേഴ്സിന് അതിന് മുന്നേ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ കേട്ട് പരിചയമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ പുതുതായിട്ട് കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ചും കൂടി ടൈം വേണ്ടി വരും. അപ്പോൾ അക്കാഡമിക്സിൽ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ അല്ലെങ്കിൽ പ്രയർ നോളജ് ഓഫ് ദി ലേണർ എന്നും വരാം. പിന്നെ എഡ്യൂക്കേഷൻ ടൈപ്പ് ആൻഡ് ദെയർ ലെവൽ, അവരേത് ലെവലാണെന്നുള്ളത്. ഓക്കെ, സോ അക്കാഡമിക്സിൽ വരുന്നതാണ് എഡ്യൂക്കേഷനാണ്, കംപ്ലീറ്റ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, അവരുടെ ലേണിംഗ് ഗോൾസ്, പ്രയർ നോളജ്, അതുപോലെ എഡ്യൂക്കേഷൻ ടൈപ്പ് ആൻഡ് ദെയർ ലെവൽ. പിന്നെ വരുന്നത് കൊഗ്നിറ്റീവാണ്. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെമ്മറി, റിലേറ്റഡ് ടു തിങ്സ് ലൈക്ക് മെമ്മറി, നമ്മളുടെ ഓർമ്മശക്തി, മെമ്മറി പവർ, അതുപോലെ മെൻ്റൽ പ്രൊസോഡിക്സ് ആണ്. നമ്മളുടെ മൈൻഡിൽ പോകുന്ന, നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ, നമ്മളുടെ മൈൻഡിലെ സൗണ്ടുകളാണ്. നമ്മളിപ്പോൾ ഒരു
എക്സാം എഴുതുമ്പോൾ നമ്മളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കുന്ന രീതി, അതൊക്കെയാണ് മെൻ്റൽ പ്രൊസോഡിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ സ്കിൽസ് ബുദ്ധിപരമായിട്ടുള്ള സ്കില്ലുകൾ, വിച്ച് ഡിറ്റർമൈൻ ഹൗ എ ലേണർ തിങ്ക്. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു ലേണർ ചിന്തിക്കുന്നു, കാര്യങ്ങളെ ഓർത്തെടുക്കുന്നു, അതുപോലെ സോൾവ് പ്രോബ്ലംസ് ഇൻ ബ്രെയിൻ നമ്മളുടെ ബ്രെയിന്, മെമ്മറി പവർ, മെൻ്റൽ പ്രൊസോഡിക്സ്, പിന്നെ അവർ തിങ്കിങ് പ്രോസസ്സ്, ലേണറിൻ്റെ തിങ്കിങ് പ്രോസസ്സ്, അവർ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക, പിന്നെ എങ്ങനെ ആ ഒരു ബ്രെയിനിൽ ആ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്, അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കോഗ്നിറ്റീവിൽ വരുന്നതാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് തിയറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾക്ക് വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യണം. അതുപോലെ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓർ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോഷ്യൽ ഓർ ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്താ? സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ ബീങ്സ് എപ്പോഴും സോഷ്യൽ ആണല്ലേ, സോഷ്യൽ ബീങ്സ് ആണല്ലേ. എപ്പോഴും അവർക്ക് ഒരിക്കലും ഒരൊറ്റയ്ക്ക് കുറേ നാൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല, സോഷ്യലാണ് നമ്മൾ. അപ്പം ഇൻഡിവിജ്വൽ പേഴ്സൺസ്, ഒരു ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും ഗ്രൂപ്പാണല്ലേ, ഒരു ഗ്രൂപ്പ് വർക്കാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തികളായിട്ട് ഇൻഡിവിജ്വൽ പേഴ്സൺസ് ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ എങ്ങനെ അവർ അവിടെ ആ ഒരു ഗ്രൂപ്പുമായിട്ട് ആ ഒരു സോഷ്യൽ സറൗണ്ടിങ്സിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്, അതാണ് സോഷ്യൽ എബിലിറ്റി. പിന്നെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രഭാവം എങ്ങനെയാണെന്നുള്ളത്, ഓക്കെ, ആ ഒരു സെൽഫ് ഇമേജ്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള നമ്മളുടെ മൂഡ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? സോഷ്യൽ ഓർ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് അല്ലേ. സോ ഇറ്റ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്, സോഷ്യൽ എബിലിറ്റി, സെൽഫ് ഇമേജ് ഓർ മൂഡ്, ഇതൊക്കെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ദാറ്റ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു മൈൻഡ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻ റാദർ ദാൻ ഫിസിക്കൽ ആസ്പെക്ട്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗോൾസ് എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക്സ് ഇൻഫോർമേഷൻ ആണ്, ലൈക്ക് ഏജ്, ജെൻഡർ, ലാംഗ്വേജ്, സ്റ്റാറ്റസ്, ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ് ഓർ ഡിസബിലിറ്റി. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് ആണ്, അത് എഡ്യൂക്കേഷൻ, ലേണിംഗ് ഗോൾസ്, പ്രയർ നോളജ്, എഡ്യൂക്കേഷൻ ടൈപ്പ് ആൻഡ് ലെവൽ. പിന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ബ്രെയിൻ, മെമ്മറി പവർ, മെൻ്റൽ പ്രൊസോഡിക്സ്, ഇൻ്റലക്ച്വൽ സ്കിൽസ് which determine how a learner think, the thinking process, they remember and solve problem in brain. Social or emotional എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ പേഴ്സൺസ്, ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളുടെയാണ്, അവരുടെ ഒരു സെൽഫ് ഇമേജ്, മൂഡ്, സോഷ്യൽ എബിലിറ്റി, ഇതൊക്കെ ഏതിൽ വരും? സോഷ്യൽ ഓർ ഇമോഷണൽ നീഡ്സ്. അപ്പോൾ ഇത്രയുമാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്ങും അതുപോലെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നിലത്തെ സെക്ഷനകത്ത് നമ്മൾ ടീച്ചിങ് ഡെഫിനിഷൻസും ഇൻട്രൊഡക്ഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ക്ലാസ്സസ് കൊണ്ട് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, പിന്നീട് വരുന്ന ക്ലാസ്സസിൽ നമ്മൾ കുറച്ച് ഓരോ ടോപ്പിക്സ് ഇങ്ങനെ പോയി നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസും നിങ്ങൾ കേൾക്കുക. ഡിസംബർ സെക്ഷനിലേക്ക് വേണ്ടുന്ന UGC നെറ്റ് എക്സാമിന് ഡിസംബർ സൈക്കിൾ വരുമല്ലോ, എക്സാം ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും, ഡിസംബർ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ ഈ ഒരു 6 മന്ത് ടൈമിനുള്ളിൽ പഠിച്ചു പോവുക. സോ ഓക്കെ, താങ്ക് യു.